കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാനസ തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മാനസ, അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്? പുതുക്കിയ അലർട്ടുകൾ പ്രകാരമുള്ള വിശദാംശങ്ങൾ എങ്ങനെ? തീർച്ചയായും കവി, അതിശക്തമായ മഴ മുതൽ തീവ്ര മഴയ്ക്ക് വരെയുള്ള സാധ്യതയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതോടൊപ്പം തന്നെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ 2 കഴിഞ്ഞ മണിക്കൂറിൽ വന്ന അലർട്ട് മുന്നറിയിപ്പിലാണ് 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയോടുകൂടി തീവ്ര മഴയ്ക്ക് സാധ്യത എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയത്. എന്നാൽ അത് പെട്ടെന്ന് തന്നെ തലസ്ഥാനത്ത് ഉൾപ്പെടെ ശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മാറുന്ന ഒരു സാഹചര്യമായിരുന്നു. നിലവിലും തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. ഓറഞ്ച് അലർട്ട് ആണ് നിലവിൽ ഉള്ളതെങ്കിൽ കൂടിയും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലായിരിക്കും മഴ ലഭിക്കുക എന്നാണ് മുന്നറിയിപ്പിലുള്ളത്. നിലവിൽ ചൊവ്വാഴ്ച വരെയുള്ള മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അത് ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയായതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം തീരദേശവാസികളും മലയോര മേഖലയിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ മാറി താമസിക്കണം എന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശരി മാനസയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.